ഗസയിൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ഇസ്രയേൽ. ബുധനാഴ്ച നടത്തിയ ആക്രമണങ്ങളിൽ 80 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ജബലിയ അഭയാർത്ഥി ക്യാമ്പിലെ UN ക്ലിനിക്കിന് നേരെയും ആക്രമണമുണ്ടായിട്ടുണ്ട്. ആക്രമണത്തിൽ 22 പേരും കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 18 പേർ കുട്ടികളാണ് എന്നതാണ് ഏറെ ഖേദകരം. നേരത്തെ ക്ലിനിക്കായി ഉപയോഗിച്ച കെട്ടിടം ഇപ്പോൾ ഹമാസ് താവളമായി ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ഇസ്രയേലിന്റെ ഭാഷ്യം. രക്തം തളം കെട്ടി നിൽക്കുന്ന തറയുടെ വീഡിയോ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. കരയാക്രമണം ശക്തിപ്പെടുത്തി ഗസയിലെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനാണ് ഇസ്രായേൽ നീക്കം. ഗസയിൽ കൂടുതൽ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പറഞ്ഞു. ഗസയിൽ ഇസ്രായേലിന്റെ സാന്നിധ്യം ശക്തിപ്പെടുത്തുമെന്നും കാറ്റ്സ് കൂട്ടിച്ചേർത്തു. ഹമാസിന്റെ കേന്ദ്രങ്ങളും സംവിധാനങ്ങളും തകർക്കുകയാണ് ലക്ഷ്യമെന്നും കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്നും ഇസ്രായേലിന്റെ സുരക്ഷാ മേഖല വർദ്ധിപ്പിക്കുമെന്നും ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. എന്നാൽ ഏതെല്ലാം പ്രദേശങ്ങളാണ് അധീനതയിലാക്കുക എന്ന് കാറ്റ്സ് പറഞ്ഞിട്ടില്ല. ഗസയുടെ ആകെ വിസ്തൃതിയുടെ 17% ഇസ്രായേൽ ഇതിനോടകം പിടിച്ചെടുത്തിട്ടുണ്ട്. തെക്കൻ ഗസയിലെ റഫയ്ക്കും ഖാൻ യൂനിസിനും സമീപമുള്ളവരോട് ഒഴിഞ്ഞു പോകാനും ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാനുഷിക മേഖല എന്നറിയപ്പെടുന്ന അൽ മവാസിയിലേക്ക് മാറാനാണ് സൈന്യത്തിന്റെ ഉത്തരവ്. ഗസയിൽ ഭക്ഷ്യക്ഷാമവും രൂക്ഷമാണ്. ഇന്ധനക്കുറവും ധാന്യങ്ങൾ ലഭിക്കാത്തതും മൂലം 25 ബേക്കറികൾ അടച്ചുപൂട്ടി. ഒരു മാസത്തിലേറെയായി ഗസയിലേക്ക് സഹായം എത്തിക്കുന്നത് ഇസ്രായേൽ തടഞ്ഞിരിക്കുകയാണ്. ഗസയിൽ ഇതുവരെ 232 മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെട്ടു. 13 ആഴ്ചയിലാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടത് എന്നും അന്താരാഷ്ട്ര ഏജൻസികൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം.